ഇപ്പൊ നമ്മളൊരു ഇപ്പൊ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യം ഓരോ സമയം കഴിയുന്തോറും ഓരോ സ്ഥലങ്ങളിലും ആക്രമണം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റാവൽപിണ്ടി സ്റ്റേഡിയം ഒക്കെ തകർത്തു എന്നുള്ള രീതിക്കാണ്. അതുപോലെ തന്നെ മോദി സ്റ്റേഡിയം ഒക്കെ തകർക്കൂ എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും ഭയമില്ലാതെ മോദി എന്തും ആയിക്കോട്ടെ, എന്തിനും തയ്യാറാണെന്നുള്ള രീതിക്ക് തന്നെ ഇറങ്ങി നിൽക്കുകയാണ്. റെഡി ആയിട്ട് നിൽക്കുകയാണെന്നാണ് മോദി പറയുന്നത്. നമ്മുടെ പാകിസ്ഥാന്റെ തന്നെ ആണെങ്കിലും മസൂദ് അസറിന്റെ സഹോദരൻ മരിച്ചു എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പകരം ഇനി തീർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കിയിരിക്കുക. അവർക്കാണെങ്കിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്, എന്തും ചെയ്തോ എന്നുള്ള രീതിക്ക്. അപ്പം ഇനിയിപ്പോ ഏതൊക്കെ രീതിക്കാണ് നമുക്ക് ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് ആരൊക്കെ ഉണ്ടാവും, ഏതൊക്കെ രാജ്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് മാത്രം അത്രത്തോളം ആയുധ ഉപകരണങ്ങളൊന്നും നമുക്ക് തടയാനുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയാണ്. അപ്പം റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പം പാകിസ്ഥാനെ ഇന്ത്യ കൂടുതലും തിരിച്ചടിച്ചത്. അപ്പൊ പരസ്യമായിട്ട് തന്നെ റഷ്യ അറിയിച്ചിട്ടുമുണ്ട് ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത്.